എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നിട്ടെന്ന് വെച്ചാൽ അമ്മേൻ്റെ ആ ഒരു കർക്കിടക മാസത്തിലെ ചിട്ടകൾ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ദിവസത്തെ വീഡിയോ. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നേരെ ഇങ്ങനെ 5:30 മണി ആയി. അപ്പോൾ എണീക്കാനായി. ഇനിയിപ്പോൾ തലേ തേക്കാൻ ത്രിഫലാദി വെളിച്ചെണ്ണ, പിന്നെ പൽപ്പൊടി പല്ല് തേക്കാനും അതാണ് പതിവായിട്ട് ഉപയോഗിക്കുന്നത്. പറഞ്ഞത് ഗുളിക കഴിഞ്ഞു വന്ന് വിളക്കെത്തിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ രാമായണം വായന. കർക്കിടക മാസമായതുകൊണ്ട് പ്രത്യേകിച്ചും അതെ, അല്ലെങ്കിൽ അത് പതിവായിട്ടുള്ളതാണ് രാമായണം വായന. അന്നേരമാച്ചു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയെന്ന അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടിതു കൊണ്ടിനി വൈകാതെ ജയ വേണാമഭിഷേക മുമ്പാലനം ജയരാജന്തവ പൈത്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ കെട്ടിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മ പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചരം വിഷമെല്ലാം പരത്തി കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജം നിജ പുത്രങ്കരാക്കി വനത്തിനു പോകണം. ഇപ്പോഴനുചിതമത്രേ വനവാസമത്ഭുത വിക്രമനാഥ പ്രതീതമേ. മാതാവ് തന്നെ ദുർഗതന്താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവ് തന്നെ
പാദാംബുജം ചിരസാധ്യായ ഭക്തിപണ്ഡിതാമര ചെയ്തു. നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്താപ്യരാഘവാനുസംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. അഗ്വാക്യമത്ര കേട്ടാലും കുമാരൻ യഥോക്തം മയ തഥൈവ സ്തുതം. സാധനന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴിക്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസ പാർക്കുന്ന മുക്കിരുവർക്കുമീ സാധാന്യോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലെ. ജന്മ ജീവനന്മാവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇതൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ണകം തന്നിൽ വാണിയിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ. ദീക്ഷിതൻ ഭ്രാന്തനുത്തമൻ വയോധികൻ രാജഭാവം കൊണ്ടു സമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവൻ അയ്പവൻ വാഴ്ക മടിയാതെ. അമ്മേൻ്റെ രാമായണം വായനയൊക്കെ കഴിയുമ്പോഴേക്ക് ഞാൻ രാവിലെ നടത്തം ഒക്കെ കഴിഞ്ഞിട്ട് വരും. ആ സമയത്താണ് അപ്പോൾ നമ്മളെ മുറ്റത്തുള്ള നല്ല പച്ചമുളക്, നല്ല കാന്താരി മുളക് 2 മരമുണ്ട്, നല്ല ഉണ്ടായിട്ടുണ്ട് രണ്ടിലും. നമ്മൾ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ എടുത്തിന് കൊണ്ടുവരിക ചെയ്യുക, എടുത്ത് വെക്കലില്ല. ചട്ടിനിക്കൊക്കെ ആണെങ്കിൽ ആ സമയത്ത് പോയിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് കൊണ്ടുവരും. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴേക്ക് ഇതാ പിന്നെ വെയിലറച്ചു. രാവിലെ നല്ല മഴയായിരുന്നു. അത് കണ്ടോ, വെയിൽ തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മളെ ഇഡ്ഡലി, ഇന്നിപ്പോൾ ഇഡ്ഡലിയാണ്, അതിവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ ഇഡ്ഡലി അമ്മയ്ക്ക് കൊടുക്കട്ടെ. മതിയോ? രാവിലത്തെ ചായവരാറൊക്കെ കഴിഞ്ഞ് പിന്നെ ഇരുത്താണ്. ഇനിയിപ്പോൾ ഉച്ചഭക്ഷണത്തേക്കുള്ള കാര്യങ്ങൾ നോക്കണം. ചോറ് ഉണ്ടാക്കിയില്ലേ? ചോറ് അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പോൾ കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതൊക്കെ പിന്നെ ഞാനാണ് ഉണ്ടാക്കല്. അപ്പോൾ നമുക്കിന്ന് കറിക്കുള്ളതാണ്, അതായത് മത്തൻ, പിന്നെ മെഴുക്കുവരട്ടിക്ക് നമ്മളെ സാധാരണ തോടൻകായ. ഇന്നിപ്പോൾ ഏതായാലും 10 മണിക്ക് നേന്ത്രപ്പഴം, അപ്പോൾ അത് കഴിക്കാം. ഇനി അമ്മയ്ക്ക് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഇതാ 10 മണി ഒക്കെ കഴിഞ്ഞാൽ, ഒരു 10 മണി നേരത്തെ തന്നെ ഇതിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാ എന്തെങ്കിലുമൊക്കെ ഒരു വായനയാണ്. അതേതെങ്കിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളോ മറ്റെന്തെങ്കിലും പുരാണ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്നതൊന്നുമില്ല. നേരെ 10:30. പിന്നെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് ഊണ് കഴിക്കുന്ന സമയമായി. അതും പതിവ് തന്നെയാണ്, കറക്റ്റ് സമയം.
അവിയലായി. നമ്മൾ മത്തൻ കറി ഒന്ന് കട്ടയായിട്ടുണ്ട്. തേങ്ങ അരച്ച കറി, കൂട്ടാൻ കായ, നമ്മൾ തോടൻ കായ ഉണ്ടല്ല മെഴുക്ക് വരട്ടി. ഇതിപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പതിവ് പോലെ ഉച്ച ഉറക്കം, അതായത് ഉച്ചയ്ക്കുള്ള മയക്കം. അതാണ്. പുറത്ത് ഇങ്ങനെ ഒരു മഴയൊക്കെ ഉണ്ട്. ഇപ്പം അതാണ് ഒരു 3 മണിയാകുമ്പോൾ അങ്ങനെ എണീക്കും. ഇന്നിപ്പോൾ ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ ശേഷം 3 മണിക്ക് ചായയും കപ്പ പുഴുങ്ങിയതും. ഇന്ന് ചായയും കപ്പ പുഴുങ്ങിയത് മാത്രമേ ഉള്ളൂ. എനിക്ക് ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് മതിയല്ലോ. ആരിപ്പം 3:30 അങ്ങനെ ആവണു. ഒന്നും കണ്ട് പുറത്തേക്ക് ഒന്ന് പുറത്ത് പോയി നോക്കട്ടെ. ഇവിടെ തന്നെ മുറ്റത്ത്. ബിരിയാണി അത്യാവശ്യം നല്ല ആയില്ലേ? നല്ല ഇലുണ്ട്. ഇല്ല, ഇതുണ്ടത് കാശിത്തുമ്പല്ലേ? ഇത് കാശിത്തുമ്പല്ലേ? ഇത് പിന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താനായി. ശക്തനായി വന്നു പിറന്നാഥ ശ്രീരാമനാരായണ. ആനന്ദത്തോടനുജന്മാരും താനും വാനോർപുരിയിൽ വളരും കാലം ദീനതയോടൊരു മാമുനീതാൻ ചൊല്ല പോയൊരു ശ്രീരാമനാരായണ. ഇട്ടത്തിൽ മാമുനീതാൻ ചെല്ലൽ പോകുമ്പോൾ തൊട്ടത്തി താടകാൻ തന്നെ കൊന്നു മുട്ടിക്കിടന്നൊരു യാഗത്തെ രക്ഷിച്ചു തട്ടത്ത ശ്രീരാമനാരായണ. ഈടറ്റ കല്ല മകല്യയ്ക്ക് മോക്ഷവും താനേ കൊടുത്തു മിതിര പൊക്കു കേടറ്റ വില്ലു മുറിച്ചു കല്യാണവും ഘോഷിച്ച ശ്രീരാമനാരായണ. മുൾക്കണ്ണിയോട് അയോധ്യയ്ക്ക് പോകുമ്പോൾ തക്കത്തിലെത്തി പരശുരാമൻ തൃക്കൈയിൽ തന്നൊരു വില്ലും ചരങ്ങളും കൈക്കൊണ്ട ശ്രീരാമനാരായണ. ഊഴിയെ പാലിപ്പാനായ അവകാശവും പാരാതെ ദൈവം തുടങ്ങും നേരം മാതൃവചനത്തെ കേട്ടു വനത്തിനു പോയൊരു ശ്രീരാമനാരായണ. എന്മക്കളും പോയി മനസ്സിനു ഇന്നു നിലച്ചു മരിച്ചെന്റെ കർമ്മങ്ങളെല്ലാം മനസ്സിൽ കഴിച്ചുടൻ നിർമ്മലൻ ശ്രീരാമനാരായണ. സന്ധ്യയ്ക്ക് പിന്നെ നാമം ചൊല്ലൽ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ടി വി കാണലാണ്. പിന്നെ 9:30 വരെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടി വി. സന്ധ്യാനാമം കഴിഞ്ഞ് കുറച്ച് സമയം കാണും. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കൽ. ചില വേറെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പുറത്തേക്കുള്ള യാത്രകളൊന്നും ഇല്ല. അതുകൊണ്ടൊക്കെ എല്ലാം വീട്ടിൽ തന്നെയാണല്ലോ ഈ ഒരു പ്രായത്തിൽ. പിന്നിപ്പോൾ ഊണ്, അതായത് രാത്രിത്തെ ഊണല്ലെന്ന് കഞ്ഞിയാണ്. അപ്പോൾ അത് കഴിക്കാനുള്ള സമയമായി. ഏഴരയ്ക്കായിരുന്നു ആദ്യമൊക്കെ കഴിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ ഞങ്ങൾ 7 മണിയാക്കി. അതിന് മുമ്പും അതുപോലെ 7 മണി തന്നെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ 7 മണിയാണ് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയം. അമ്മയും ഞാനും ആ ഒരു സമയത്ത് തന്നെ കഴിക്കാം.
അത് കഴിഞ്ഞ് പിന്നെ 9:30 വരെ സീരിയൽ കണ്ട് പിന്നെ 9:30 മണിക്ക് ഉറക്കം. ഇങ്ങനെയാണ് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെയുള്ള ആ ഒരു ചിട്ടകൾ. കറക്റ്റായിട്ട് അതായത് മാറ്റമൊന്നുമില്ലാത്ത അങ്ങനെ ചിട്ടകളാണ്. അപ്പം അങ്ങനെ സമയം രാത്രിയായി, അമ്മ ഉറങ്ങി. ഇതിവിടെ അവസാനിക്കും. നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ കാണാം.